പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, കൊൽക്കത്തയിലോ മറ്റേതെങ്കിലും തിരക്കുള്ള നഗരത്തിലൂടെയോ കാർ ഓടിച്ചിട്ടുള്ളവർക്കറിയാം, റോഡ് ദിവസവും നമ്മുടെ ഹൃദയത്തിന്റെ പരീക്ഷയാണ്. ആരോ നോക്കാതെ മുന്നിലേക്ക് കടന്നുവരും, ആരോ വഴി ഹോണടിക്കും, സിഗ്നൽ അവഗണിക്കും, ലെയിൻ അപ്രത്യക്ഷമാകും, ക്ഷമ പൊട്ടിപ്പോകും. അത്തരം നിമിഷങ്ങളിൽ നമ്മുടെ ഉള്ളിൽ എന്തോ എഴുന്നേറ്റ് നിലവിളിക്കും, ഞാൻ ശരിയാണ്, നീ തെറ്റാണ്, മാറി നിൽക്ക്. നമ്മളാ ഞാൻ ശരിയെന്ന ഭാവത്തിൽ പിടിച്ചു നിൽക്കും, നമ്മുടെ പ്രവൃത്തിയെ ന്യായീകരിക്കും, മുന്നിലെത്തണമെന്നാഗ്രഹിക്കും. പക്ഷെ ഇന്ന് യേശു നമ്മുടെ കൈപിടിച്ച് സ്നേഹത്തോടെ കൂടുതൽ ആഴത്തിലേക്ക് നയിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, കൊല്ലരുത്. പക്ഷെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് ദേഷ്യപ്പെടുന്നവൻ തന്നെ വിധിക്കർഹനാണ്. അതുകൊണ്ട് ആദ്യം നിന്റെ സഹോദരനോട് സമാധാനമാക്കുക. മത്തായി 5:21-24. യേശു പറയുന്നില്ല, കൊല്ലുന്നവർ മാത്രമേ അപകടത്തിലുള്ളൂ. അവൻ പറയുന്നത്, ഹൃദയത്തിലെ ക്രോധത്തെ നോക്ക്, കണ്ണിലെ നിന്ദയെ നോക്ക്, നാവിലെ മറഞ്ഞിരിക്കുന്ന അപമാനങ്ങളെ നോക്ക്. ക്രോധം ഒരു നിരുപദ്രവകരമായ പശ്ചാത്തല ശബ്ദമല്ല. അത് മനസ്സിനെ തിരിച്ചുവിടും, ഹൃദയത്തെ കടുപ്പമാക്കും, പതിയെ വിധിയിലേക്ക് നയിക്കും. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു, ഒരു ദുഷ്ടന്റെ അനീതിയാൽ നീ കഷ്ടപ്പെടുകയാണെങ്കിൽ അവനോട് ക്ഷമിക്കുക, 2 ദുഷ്ടന്മാർ ഉണ്ടാകാതിരിക്കാൻ. ഞാൻ ക്രോധത്തിൽ പിടിച്ചുനിന്നാൽ എനിക്കെതിരെ ചെയ്ത തെറ്റ് എന്റെ ഉള്ളിൽ ജീവിക്കാൻ തുടങ്ങും. പതിയെ ഞാൻ വെറുക്കുന്ന ആളായി മാറും. ഒരു പാസ്റ്റർ പറഞ്ഞൊരു കഥയുണ്ട്. സൂപ്പർമാർക്കറ്റ് പാർക്കിങ്ങിൽ ഒരു ചെറിയ കാർ വലിയ ട്രക്കിന് മുന്നിലേക്ക് അശ്രദ്ധയായി കടന്നു. ട്രക്ക് വഴിമാറി, ബ്രേക്ക് ശബ്ദമായി, ഹോൺ അടിച്ചു. ട്രക്ക് ഡ്രൈവർ ഇറങ്ങി, ക്രോധത്താൽ ചുവന്നു. പക്ഷേ ചെറിയ കാറിലെ യുവാവ് ആദ്യം ഇറങ്ങി, കൈകളുയർത്തി വിറച്ച ശബ്ദത്തിൽ പറഞ്ഞു, സാറേ, ക്ഷമിക്കണം, ഞാൻ ശ്രദ്ധിച്ചില്ല, എന്റെ തെറ്റാണ്, ഞാൻ ഭയന്നു, ദയവായി ക്ഷമിക്കൂ. ഒരു നിമിഷം കൊണ്ടെല്ലാം മാറി. വലിയ മനുഷ്യന്റെ തോളുകൾ താഴ്ന്നു. ഞാനും അമിതമായി പ്രതികരിച്ചു, ക്ഷമിക്കണം. അവർ കൈകുലുക്കി സമാധാനത്തോടെ പോയി. ഒരു വാചകം, എന്റെ തെറ്റാണ് എന്നത് ക്രോധത്തെ തകർത്തു. ഒരു വിനയം ഒരു സ്ഫോടനത്തെ സമാധാനമാക്കി മാറ്റി. യേശു പറയുന്നതിതാണ്, നിന്റെ എതിരാളിയോട് വഴിയിൽ വെച്ച് തന്നെ കാര്യങ്ങൾ തീർക്കുക. മത്തായി 5:25. നമ്മൾ എന്തുകൊണ്ട് ഇത്ര വേഗം ചൊടിയുന്നു? കാരണം നമുക്ക് ഞാൻ ശരിയെന്ന് തോന്നണമെന്ന ആഗ്രഹം. പക്ഷെ എന്തിന്റെ വിലയ്ക്ക്? ഒരു സുഹൃത്തിന്റെ വിലയ്ക്ക്, വീട്ടിലെ സമാധാനത്തിന്റെ വിലയ്ക്ക്, നമ്മുടെ സന്തോഷത്തിന്റെ വിലയ്ക്ക്. നമ്മളും തെറ്റ് ചെയ്യാറുണ്ടെന്ന് മറക്കരുത്. മറ്റൊരാൾ നമ്മോട് ക്ഷമിച്ച സമയങ്ങൾ ഓർക്കുക. യേശു കാണിക്കുന്നു, പാപം പുറത്തുള്ള പ്രവൃത്തിക്ക് മുമ്പ് തുടങ്ങുന്നു. ഹൃദയത്തിൽ, മനസ്സിലെ വാക്കുകളിൽ, ഒരാളെ ഒരു തെറ്റിലേക്ക് ചുരുക്കുന്ന രീതിയിൽ. അവൻ പറയുന്നത്, ഹാനി വരുത്തരുത് എന്നു മാത്രമല്ല, വിനയം പഠിക്കുക, പ്രത്യേകിച്ച് മറ്റുള്ളവർ തെറ്റു ചെയ്യുമ്പോൾ. ചിലപ്പോൾ ഒരു ചെറിയ തമാശ പോലും നമ്മെ രക്ഷിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്ത തെറ്റ് മറ്റൊരാൾ ചെയ്യുമ്പോൾ നമ്മൾ വിളിക്കാൻ പോകും. പിന്നെ ഓർക്കും, ഒരു ചെറിയ പുഞ്ചിരി വരും, എന്തോ ഉരുകിപ്പോകും. ആ ചിരി ഒരു കണ്ണാടിയാകും. അത് ഓർമ്മിപ്പിക്കും, എല്ലാവരും മനുഷ്യരാണ്, ആരും എപ്പോഴും ശരിയല്ല. നമ്മുടെ ഞാൻ ശരിയെന്ന പിടുത്തമഴയും. നമ്മൾ മറ്റുള്ളവരോടൊപ്പം നിൽക്കും, പാപികളായി, പഠിക്കുന്നവരായി, ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരായി. കൃപയാൽ പരിശീലിക്കപ്പെട്ട ഹൃദയം ക്രോധത്തെ വെള്ളത്തിൽ എഴുതുന്നതുപോലെ വിട്ടുകളയും. ഒരു നിമിഷം കാണാം, പിന്നെ പാടില്ലാതെ ലയിച്ചു പോകും. വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസ് പറഞ്ഞു, ക്രോധത്തിന്റെ ആദ്യ ലക്ഷണം കണ്ടാൽ പതുക്കെ ഗൗരവത്തോടെ നിന്നെത്തന്നെ ശാന്തനാക്കുക. റോഡിൽ അതിനർത്ഥം ഹോൺ അടിക്കുന്നതിനു മുമ്പ്, വാക്ക് പറയുന്നതിനു മുമ്പ് ഒരാഴത്തിലുള്ള ശ്വാസവും ഒരു ചെറിയ പ്രാർത്ഥനയും. യേശുവേ, സൗമ്യനും വിനയമുള്ള ഹൃദയമുള്ളവനെ, എന്റെ ഹൃദയത്തെ നിന്റതുപോലെയാക്കണമേ. ആ ചെറിയ ഇടവേള കൃപയ്ക്ക് ഇടം നൽകും. ഇതാണ് യേശു ഇന്ന് നമ്മെ ക്ഷണിക്കുന്നത്. സംഘർഷമില്ലാത്ത ജീവിതമല്ല, സംഘർഷങ്ങൾ വിനയത്തോടും കരുണയോടും കൂടി നേരിടുന്ന ജീവിതം. ട്രാഫിക്കിലും, സൂപ്പർമാർക്കറ്റിലും, പള്ളി പാർക്കിങ്ങിലും വരെ. നമുക്ക് സമാധാനം തിരഞ്ഞെടുക്കാം. സ്നേഹം ക്രോധത്തേക്കാൾ ശക്തമാണെന്ന് നമ്മൾ കണ്ടെത്തിയതുകൊണ്ടാണ്. നമ്മുടെ മുറിവ് ദൈവത്തിന് ഏൽപ്പിക്കുമ്പോൾ അവൻ ഹൃദയത്തെ മൃദുവാക്കും. അപ്പോൾ നമ്മൾ ആളുകളെ കാണും, തടസ്സങ്ങളായി അല്ല, സഹയാത്രികരായി, കൃപയുടെ ആവശ്യമുള്ളവരായി. അഗസ്തീനോസിന്റെ വാക്ക് തിരിച്ചുവരും, ക്ഷമിച്ചാൽ 2 ദുഷ്ടന്മാർ ഉണ്ടാകില്ല, 2 പാപികൾ പതിയെ പുതുക്കിയപ്പെടുകയാണ്. സഹോദരങ്ങളെ, റോഡ് ഇപ്പോഴും ശബ്ദമായിരിക്കും, നമ്മളും തെറ്റുചെയ്യും. പക്ഷെ അത്തരം നിമിഷങ്ങളിൽ സുവിശേഷം ഓർമ്മ വന്നാൽ ആദ്യം നിന്റെ സഹോദരനോട് സമാധാനമാക്കുക. നമുക്കൊരിക്കലെങ്കിലും പറയാൻ കഴിഞ്ഞാൽ, ഞാൻ തെറ്റിച്ചു, ക്ഷമിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ, യേശുവേ, എന്റെ ഹൃദയത്തെ നിന്റതുപോലെയാക്കണമേ.
അപ്പോൾ പതിയെ ക്രോധം അതിന്റെ സിംഹാസനം നഷ്ടപ്പെടും. ക്രിസ്തു അവിടെയിരിക്കും. ആ വിനയപൂർവമായ കൈമാറ്റത്തിൽ സ്നേഹം ക്രോധത്തെ ജയിക്കും. നമുക്ക് തുറന്ന റോഡിനേക്കാൾ ആഴമുള്ള സ്വാതന്ത്ര്യം ലഭിക്കും. ദൈവത്തോടും പരസ്പരവും സമാധാനമുള്ള ഹൃദയങ്ങളുടെ സ്വാതന്ത്ര്യം. ആമേൻ.